അപ്പോൾ സവർക്കറെ നിങ്ങൾ പാടില്ല, അദ്ദേഹം ദൈവതുല്യനാണ്, അദ്ദേഹത്തെ ഇന്ദിരാഗാന്ധി വാഴ്ത്തിയിട്ടുണ്ട്, അദ്ദേഹത്തെ മഹാത്മാഗാന്ധി വാഴ്ത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ മാത്രം തൊടാൻ പാടില്ല, ബാക്കി ആരെയും വിമർശിക്കാം. അപ്പോൾ കോടതി ഇതിനകത്ത് എടുക്കുമെന്ന് നാം പ്രതീക്ഷിക്കേണ്ട എന്നാണ് ഈ കീഴ്ക്കോടതിയോട് പറയണം. സവർക്കറെ വിമർശിച്ചു എന്ന് പറഞ്ഞ് കേസുമായിട്ട് വന്നാൽ എടുത്ത് കാട്ടിക്കളയണം. അങ്ങനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. സവർക്കർ മാപ്പ് എഴുതിയിട്ടുള്ളത് നാഷണൽ ആർക്കൈവ്സിൽ കാണാൻ കിട്ടുന്ന അദ്ദേഹത്തിന്റെ മാപ്പപേക്ഷയുടെ കുറിപ്പ് പകർപ്പ് നാഷണൽ ആർക്കൈവ്സിൽ ഡൽഹിയിൽ ഇരിപ്പുണ്ട്, ആർക്ക് പോയി നോക്കാം. അതിനെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം മാപ്പപേക്ഷ എഴുതിയിട്ടുള്ള ആളാണെന്ന് പ്രസംഗിച്ചാൽ അതിൽ ഇത്ര പൊള്ളേണ്ട കാര്യമില്ല. മുസ്ലിങ്ങളായ ആളുകൾ കൊല്ലപ്പെട്ടപ്പോൾ സന്തോഷം പ്രകടിപ്പിച്ചു സവർക്കർ എന്ന് പ്രസംഗിച്ചതിനാണ് ഈ കേസ്. സാവർക്കർ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ, അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ള വൃത്തികേടുകൾ, വിമർശനങ്ങൾ, ശത്രുവിന്റെ ഏതൊക്കെ നമുക്ക് സ്വന്തമാക്കാം, അതൊക്കെ എങ്ങനെ ധർമ്മമാകുന്നു എന്ന് നമ്മൾ അറയ്ക്കുന്ന തരത്തിൽ എഴുതി വെച്ചിട്ടുള്ള ആളാണ് ഈ പറയുന്ന സാവർക്കർ. ആ സാവർക്കറെ വിമർശിച്ചുകൂടെ? അപ്പോൾ കോടതിയുടെ പോലും കാഴ്ചപ്പാടി പ്രശ്നമുണ്ട്. അദ്ദേഹം ഒരു ദേശീയ ബിംബമാണ്, ചരിത്ര പുരുഷനാണ്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ മുഖ്യ പങ്കാളിയാണ്. മുഖ്യ പങ്കാളിയിലൊന്നുമല്ല, അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം കിട്ടണമെന്ന് ഒരു ഘട്ടത്തിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിചാരിച്ചത് അങ്ങനെയല്ല, വേറെ ചില ലക്ഷ്യങ്ങളായിരുന്നു. അപ്പം മുഖ്യധാര സ്വാതന്ത്ര്യ സമര മൂവ്മെന്റിനെ കുറുകെ നിന്ന ആളുകൾ, അതിന് വട്ടം വെച്ച ആളുകൾ എന്ന നിലയ്ക്ക് അവർ വിമർശിക്കപ്പെടും. അത് തടയാൻ കോടതി വല്ലതും ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഒരു മാസം മുമ്പത്തെ കോടതിയുടെ വർത്തമാനവും ഇപ്പോഴത്തെ വർത്തമാനം ചേർത്ത് വെച്ചാൽ ഇന്ന് നമുക്ക് ആശ്വസിക്കാൻ കാര്യമായിട്ടൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.